പുതിയ ജൂതരാഷ്ട്രം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ അമേരിക്ക ഇടപെട്ട് പലസ്തീനും ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാറൊക്കെ പ്രഖ്യാപിച്ചു. ഒപ്പിട്ടില്ലെന്നേ ഉള്ളൂ, പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തു. ഇതിന് പിന്നാലെയാണ് പുതിയ ജൂതരാഷ്ട്രം എന്ന പ്രഖ്യാപനം ഇസ്രായേൽ വരുന്നത്. എന്താണ് സംഭവം? ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ജൂതരാഷ്ട്രം വേണം, അതായത് അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ അത് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നു. നിലവിൽ അവിടെ 22ഓളം സെറ്റിൽമെൻറ്റ് കോളനികളുണ്ട് ഈ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയിട്ട്. ആ സെറ്റിൽമെൻറ്റ് കോളനിയെ ഗവൺമെൻറ് തലത്തിൽ അംഗീകരിക്കണം. ഇതാണ് ഇസ്രായേൽ കാറ്റ്സ് എന്ന് പറയുന്ന അവിടുത്തെ പ്രതിരോധ മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അവിടെ ഒരു ജൂതരാഷ്ട്രം സ്ഥാപിക്കാമെന്നും അവിടെ നിന്ന് ഓടിപ്പോയ ജൂതന്മാരെ അവിടേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള പ്ലാനാണ്. ഇത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആളുകളെ അവിടെ അധിവസിപ്പിച്ച ഔട്ട് പോസ്റ്റുകളുണ്ട്. ഈ ഔട്ട് പോസ്റ്റുകളും നിയമാനുസൃതമാകും എന്ന് പറഞ്ഞാൽ അതും സെറ്റിൽമെൻറ്റ് കോളനിയാകും. ചുരുക്കം പറഞ്ഞാൽ പലസ്തീനിൽ നിൽക്കുന്ന ആളുകൾക്ക് പോലും ഇത്തരത്തിലുള്ള സെറ്റിൽമെൻറ്റ് കോളനിയിലേക്ക് വരാം എന്ന് പറഞ്ഞാൽ 30 വർഷത്തിനിടയിൽ ഇതാദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു വിശാലമായ ഒരു സെറ്റിൽമെൻറ്റ് കോളനി സ്ഥാപിക്കുന്നതിലേക്ക് ഇസ്രായേൽ പോകുന്നു. ഇതുവരെ ഇങ്ങനെ സ്ഥാപിച്ചിട്ടില്ല. അപ്പോൾ കുടിയേറ്റ വിപുലീകരണം ആദ്യമായിട്ട് ഇത്രയും നടത്തുന്നതോടുകൂടി ലോകത്തിൻ്റെ ശ്രദ്ധയും ഇതിലേക്ക് വരുന്നുണ്ട്. ഇതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. കാരണം കഴിഞ്ഞ ഏതാണ്ട് 19-20 മാസമായി നടക്കുന്ന രക്തരൂക്ഷിതമായ യുദ്ധം ഇസ്രായേലും പലസ്തീനും തമ്മിൽ, അതിൽ ഹമാസ് ആണല്ലോ മേജർ റോൾ എടുക്കുന്നത്. ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ട് യുദ്ധം അവസാനിപ്പിക്കണം, താൽക്കാലിക വെടിനിർത്തൽ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഹമാസ് ആണ് ആദ്യം മുന്നോട്ട് വെച്ചത്. പക്ഷേ അന്ന് ഇസ്രായേൽ അതിനോട് യോജിച്ചില്ല. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെയൊക്കെ നിർദ്ദേശാനുസരണം പശ്ചിമേഷ്യയിലെ അവരുടെ പ്രതിനിധിയുണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് ഇടപെട്ട് ഇസ്രായേലുമായിട്ട് ചില ചർച്ച നടത്തുന്നു. അങ്ങനെ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, 60 ദിവസത്തേക്ക് വെടിനിർത്തും, പക്ഷേ 10 ബന്ദികളെ വിട്ടുതരണം, അത് 2 ഘട്ടമായി വിട്ടു നൽകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ കാറ്റ്സ് എന്ന പ്രതിരോധ മന്ത്രി പറയുന്നു, ഈ നീക്കത്തോട് ഹമാസ് യോജിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഹമാസിനെ പൂർണ്ണമായിട്ടും തകർക്കും, ഇനി അവർക്കൊരു നിലനിൽപ്പുണ്ടാകില്ല, ഇത്തരത്തിലുള്ളൊരു നീക്കവുമായിട്ട് പോകുന്നു. അപ്പോൾ ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അവർ കടന്നു പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ എഗ്രിമെൻറ്റിനോട് ഏതാണ്ട് അവർ യോജിക്കും. പക്ഷേ ഇപ്പോഴും ഹമാസ് അതിൽ ഒപ്പിട്ടിട്ടില്ല. അവർ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്യുന്നു, ഞങ്ങൾ നോക്കുന്നു, പരിശോധിക്കുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇവർ ആത്യന്തികമായിട്ട് ഇതിനോട് യോജിച്ചില്ലെങ്കിൽ വലിയ നാശമുണ്ടാകാൻ പോകുന്നത് ഹമാസിനാണ്. അപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ബന്ദികളുടെ ബന്ധുക്കളുണ്ട്, അവരുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. എന്നിട്ട് പറഞ്ഞു നമ്മളിപ്പോൾ വെടിനിർത്തലാണ്, ഈ ഹമാസുമായിട്ട് ചർച്ച നടത്തി ബന്ദികളെ വിട്ടുതരുമെന്നൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇപ്പം അവിടേക്ക് കുറച്ച് ആർമി അയച്ചിട്ടുണ്ട്. അതായത് ഹമാസ് ഈ വെടിനിർത്തലിനോട് യോജിച്ചില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണ പരിപാടി തുടരും. അപ്പോൾ ഗസയിലേക്ക് വീണ്ടും ആക്രമണം ഇസ്രായേൽ തുടരും. ഇനി ഞങ്ങൾ അവിടെ സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്, ഈ സൈന്യത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട് കര, വ്യോമ, നാവിക സേനകളെയും ഞങ്ങൾ വിന്യസിക്കുന്നു എന്ന് പറഞ്ഞാൽ 3 സേനകളും അവിടെ തയ്യാറായി നിൽക്കുന്നു. ഇത് വലിയ അപായ സൂചനയാണ് ശരിക്കും പറഞ്ഞാൽ ഹമാസിന് നൽകുന്നത്. മാത്രമല്ല ഹമാസാണ് പലസ്തീൻകാർക്ക് ഫുഡ്, വെള്ളം, മരുന്ന് ഇതൊക്കെ വിതരണം ചെയ്യുന്നത്. അതായത് UN കൊണ്ടുവരുന്ന ട്രക്കുകളെ ഇവർ കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ ഇവർ കയ്യേറുകയോ ഒക്കെ ചെയ്യും. എന്നിട്ട് ഇവർ ഇതിൻ്റെ ഒരു ഇടനിലക്കാരെന്ന നിലയിൽ ഈ ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ മറിച്ച് വിൽക്കും. പൈസയ്ക്കാണ് പാലസ്തീൻകാർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ചെയ്തപ്പോൾ ഹമാസിൻ്റെ ഒരു സാമ്പത്തിക നില ഉയരുകയും പലസ്തീൻ ജനതയ്ക്ക് മുമ്പിൽ അവർക്ക് വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തു. ഇത് ഇസ്രായേൽ മനസ്സിലാക്കി. ഇപ്പോൾ അവർ പറയാണ് ദി ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന ഞങ്ങൾ രൂപീകരിക്കുന്നു. ഈ സംഘടന മുഖാന്തരം ഇനി ഗസയിലെ ഈ അഭയാർത്ഥികളുണ്ടല്ലോ അവർക്ക് ഭക്ഷണം ഞങ്ങൾ കൊടുത്തോളാം, മരുന്ന് ഞങ്ങൾ കൊടുത്തോളാം, അവർക്ക് മറ്റാവശ്യത്തിനുള്ള സാധനം കൊടുത്തേക്കാം. എങ്ങനെ കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ദിവസത്തേക്ക് ഓരോ കുടുംബത്തിനും എത്രത്തോളം ആവശ്യമുള്ള സാധനങ്ങളുണ്ടെന്ന് കണക്കാക്കി അതാണ് കൊടുക്കുന്നത്. അപ്പം സൈനികപരമായ ഒരു സുരക്ഷയിൽ എല്ലാ സുരക്ഷാ പരിശോധനയും നടത്തിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഹമാസിന് കടന്നു കയറാൻ പറ്റില്ല. മാത്രവുമല്ല ഇവിടെ എല്ലാം തന്നെ പട്ടാള ക്യാമ്പുകളുണ്ട്, അതിന് സമീപത്താണ് ഇവർ ക്യാമ്പുകൾ തുറക്കുന്നത്. ഇവിടേക്ക് ഹമാസിന് കടന്നു കയറാനും പറ്റില്ല. ഇതിനിടയിൽ ഹമാസിൻ്റെ സമ്മർദ്ദം മൂലം നിങ്ങളെ മുഴുവൻ ഇവിടുന്ന് കൊണ്ടുപോവുകയാണ്, നിങ്ങളെ മറ്റൊരിടത്ത് പാർപ്പിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് പലസ്തീൻ ജനതയ്ക്കിടയിലേക്ക് ചില വിഷം കുത്തിവെക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളെ ആര് സഹായിക്കുന്നു, അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിജീവനമാണ് വലുത്. അതിന് ഭക്ഷണം വേണം, മരുന്ന് വേണം, വെള്ളം വേണം, അതാര് തരുന്നു? അപ്പോൾ ഇത്രയും നാൾ ഹമാസ് നൽകിയുകൊണ്ട് ഹമാസിനൊപ്പം നിന്നു. ഇപ്പോൾ ദ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന അമേരിക്കയുമായിട്ട് യോജിച്ചുകൊണ്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇസ്രായേലുമായിട്ട് യോജിച്ചു വരും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19-20 മാസങ്ങളായി നടക്കുന്ന യുദ്ധത്തിലൂടെ 54,000 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. അതിൽ പലസ്തീൻകാരുണ്ട്, ഹമാസുകാരുണ്ട്. ഏതാണ്ട് 1.25 ലക്ഷം പേർക്ക് പരിക്കേൽക്കുന്നു, 10,000-ഓളം ആളുകൾ മിസ്സിംഗ് ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ ഇനി ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പാലസ്തീൻകാർ ഒരു തീരുമാനം എടുക്കുന്നു. അപ്പോൾ ഹമാസിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമാകുന്നില്ല. തീർച്ചയായിട്ടും ഹമാസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോയാലേ തങ്ങൾക്ക് സമാധാനം കിട്ടൂ എന്നുള്ള ഒരു നിലപാട്
ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന കുറേ പേർ സ്വീകരിച്ചാൽ അത് ഹമാസിന് കിട്ടുന്ന വലിയ തിരിച്ചടി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല ഇസ്രായേൽ എപ്പോഴും ഗാസയിലെ ജനങ്ങളെ കൂടെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നവരാണ്. ഹമാസാണ് അവരെ മുൻനിർത്തിക്കൊണ്ട് പലപ്പോഴും യുദ്ധങ്ങളും ഈ വെടിവയ്പ്പുകളും ഈ ആക്രമണങ്ങളും ഒക്കെ നടത്തുന്നത്. അപ്പോൾ അവരെ മുൻനിർത്തിയുള്ള ഒരു അക്രമമായ രീതി ഹമാസ് പിന്തുടരുമ്പോൾ അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇസ്രായേൽ ഒരു ജൂതരാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുന്നു, ഇസ്രായേലിനൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച് വലിയൊരു കാര്യമായി തന്നെയാണ് അവരൊക്കെ നോക്കി കാണുന്നത്. ഇപ്പോൾ സൗദിയുടെ രാജകുമാരൻ ഫൈസൽ ബിൻ ഫർമാൻ രാജകുമാരൻ ഇദ്ദേഹം ഇപ്പം ഈ വെസ്റ്റ് ബാങ്കിലേക്ക് പോവാണ്. കാരണം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കാനായിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നു. അവിടെ അധിനിവേശ മേഖലയിലെല്ലാം തന്നെ സെറ്റിൽമെൻറ്റ് കോളനി സ്ഥാപിക്കുന്നു. ഇവിടേക്കാണ് സന്ദർശനം നടത്തുന്നത്. അപ്പോൾ ഇത് ആദ്യമായിട്ട് സൗദിയിലെ ഒരു വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ ഇവരുടെ നീക്കത്തെ ഗൗരവമായി കാണുന്നു, ഉറ്റുനോക്കുന്നു എന്നാണ് അർത്ഥം. ഇപ്പോൾ ഫ്രഞ്ച് പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോൺ ഉണ്ട്. അദ്ദേഹം നേരത്തെ വന്നിച്ച് പറഞ്ഞു ഈ ഗസയിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് ഇസ്രായേൽ നടത്തുന്നത്, അതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ച് നിൽക്കുകയും ഗസയ്ക്ക് വേണ്ടി ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തുകയും വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു നിങ്ങളുടെ വാക്കുകൾ അപലപനീയമാണ്, ഇങ്ങനെ പറയാൻ പാടില്ല, ഇതൊന്നുമല്ല അവിടെ വാസ്തവം. ഇസ്രായേലിലെ ജനങ്ങളെ ആക്രമിച്ചു കൊല്ലാനായിട്ട് ഹമാസ് രംഗത്ത് വരുന്നു, ഇതാണ് സംഭവിക്കുന്നത് പറഞ്ഞു. ഇതിനിടയിൽ UN-ൻ്റെ നിലപാട് വന്നു. അതായത് ലോകത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഹമാസിന് അല്ലെങ്കിൽ ഈ പറയുന്ന പലസ്തീൻ ജനതയ്ക്ക് ആഹാരവും മരുന്നും വെള്ളവും ഒക്കെ എത്തിച്ചു കൊടുക്കേണ്ടത്. സ്വാഭാവികമാണ്, ശരിയുമാണ്. പക്ഷേ ഇവിടെ ഹമാസ് ഇടയ്ക്ക് നിന്ന് കളിക്കുകയും അവർ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹമാസിൻ്റെ പടയാളികൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഇപ്പം തമ്മിൽ അടിച്ചു പിരിയുകയാണ്. കാരണം അവർക്ക് ശമ്പളം കൊടുത്തിരുന്നു, ആ ശമ്പളം കിട്ടുന്നില്ല, ഇറാൻ്റെ സഹായം നിലയ്ക്കുന്നു, അറബ് രാജ്യങ്ങൾ യാതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഇവർ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിലാണ് ഇസ്രയേൽ അവിടുത്തെ ആശുപത്രികളെല്ലാം തന്നെ ഒഴിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അവിടുത്തെ സൈന്യം വന്നിട്ട് പറയുന്നു ഇവിടുത്തെ ആശുപത്രികളെല്ലാം പൂർണ്ണമായിട്ടും പൂട്ടാൻ പോവുകയാണ്, നിങ്ങൾ അവിടുത്തെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മേഖലയിലുള്ള അൽ അവദ എന്ന് പറയുന്ന ഹോസ്പിറ്റലുണ്ട്. ഈ അൽ അവദ ഹോസ്പിറ്റൽ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും അവിടുത്തെ ജനങ്ങളെ മുഴുവൻ തൊട്ടടുത്ത അൽ ഷിഫ എന്ന് പറയുന്ന ഗാസ സിറ്റിയിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. പക്ഷേ രോഗികളെ മാത്രമേ മാറ്റാൻ പറ്റൂ. ആശുപത്രിയിലെ ഉപകരണങ്ങൾ, കട്ടിലുൾപ്പെടെയുള്ള മറ്റ് എക്യുപ്മെൻറ്റ്സ് ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം പാതകളെല്ലാം തകർന്നു കിടക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇസ്രയേൽ പലസ്തീനെതിരെ അല്ലെങ്കിൽ ഹമാസിനെതിരെ രൂക്ഷമായ ആക്രമണം നടത്തുന്നു. റോഡുകളെല്ലാം തകർന്നിട്ടുണ്ട്, വാഹന ഗതാഗതം പോലും തടസ്സപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യങ്ങളുടെ തുടർച്ച എന്ന് വിശേഷിപ്പിക്കുന്ന ഇസ്രായേലിൻ്റെ നിലപാടിനെ ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഏതാണ്ട് തള്ളി പറയുന്നതൊക്കെ കരുതി. പക്ഷേ ഈ ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേൽക്കാരും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയതോടുകൂടി ലോകരാജ്യങ്ങളും ഇവരോട് ചേർന്ന് നിൽക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ആണവ കരാറിലേക്ക് പോകുന്നുണ്ട്, അതായത് ആണവ നിർമ്മാർജ്ജനം സംബന്ധിച്ച്. അപ്പോൾ ഇറാൻ അത് പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പെസഷ്കിയാൻ ചില കാര്യങ്ങളൊക്കെ പറയുന്നു, ആയത്തുള്ള അലി ഖമനേയി ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സൗദി രാജാവ് അവരുടെ മകനെ ഇറാനിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു ടെല്ലവീവിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ട്രംപുമായിട്ട് ഒത്തുതീർപ്പ് എത്തണം, അല്ലെങ്കിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കും. കാരണം ട്രംപ് പറഞ്ഞിട്ടല്ല, ഇസ്രയേൽ നേരിട്ട് ആക്രമിച്ച് ഇറാനെ അങ്ങ് തകർത്തുകളയും. അപ്പോൾ വലിയൊരു നീക്കമായിട്ട് അതിനെ വിലയിരുത്തി. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കാണേണ്ടി വരും. എന്തായാലും ഇസ്രായേലിൻ്റെ ഈ പുതിയ നീക്കം അത് വലിയ രീതിയിൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.